കോൺഗ്രസിന് വീണ്ടും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ശശി തരൂർ തുടരുകയാണ്. ഇതാണ് ശശി തരൂർ. കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യഭാവേനയാണ് ശശി തരൂർ കോൺഗ്രസിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. കോൺഗ്രസ് ആണെങ്കിലോ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കൂ എന്നുള്ള മട്ടിൽ തരൂരിനെ അങ്ങ് വിട്ടിരിക്കുകയുമാണ്. പക്ഷേ തരൂർ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് ജനം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ജനം അത് സാഗൂതം നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് താഴേക്ക് തന്നെ പോകുന്നത്. തരൂര് എന്ത് പറഞ്ഞാലും അത് വളരെ കൃത്യമായി ആലോചിച്ചും കണ്ടും മാത്രമാണ് പറയുന്നത്. ഇപ്പോഴും മോദിയുടെ പ്രസംഗത്തെയാണ് വാഴ്ത്തിയിരിക്കുന്നത്. ആ ചടങ്ങിൽ അദ്ദേഹം സംബന്ധിച്ചിരുന്നു. പ്രസംഗം കേൾക്കാൻ സദസ്സിൽ തന്നെ ഉണ്ടായിരുന്ന തരൂര് എക്സിൽ അത് കുറിച്ചു. തനിക്ക് സദസ്സിലിരുന്നത് കേൾക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. നോക്കണേ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ആണെങ്കിൽ നരേന്ദ്രമോദിയെ കിട്ടുന്ന അവസരങ്ങളിലും വേദികളിലും ഇങ്ങനെ തഴഞ്ഞും കുറ്റം പറഞ്ഞും മോദിയെ മാത്രമല്ല രാജ്യത്തെയും മുമ്പോട്ട് പോകുമ്പോൾ ആ പാർട്ടിയിലുള്ള ശശി തരൂർ നരേന്ദ്രമോദിയെ വാഴ്ത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിന് തൊട്ടുമുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം എന്ന് പറയുന്നത്, പ്രസംഗമല്ല ഒരു ചോദ്യം, ഈ കുടുംബ വാഴ്ച അവസാനിപ്പിക്കണം. അതായത് സോണിയാഗാന്ധിയിലൂടെയും രാഹുൽ ഗാന്ധിയിലൂടെയും പ്രിയങ്ക ഗാന്ധിയിലൂടെയും അല്ല കോൺഗ്രസ് പോകേണ്ടതും, കോൺഗ്രസ് വളരേണ്ടതും, കോൺഗ്രസ് നിലനിൽക്കേണ്ടതും എന്നാണ് തരൂർ പറഞ്ഞതിൻ്റെ ആവശ്യം. നാളുകൾക്ക് മുമ്പ് 23G രൂപീകൃതമായിട്ടുള്ളതാണ്. അതിലിപ്പോൾ പിന്നീട് എല്ലാവരും പല വഴികളിലൂടെ പോയി. പക്ഷെ തരൂര് മാത്രം അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയവും ചരിത്രവും അറിയാത്ത രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ എങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ചുമക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ തന്നെയാണ് തരൂർ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ പോലും വേണ്ടാതായി തീർന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലും വേണ്ടാതായി തീർന്നു. അത് മമതയും അതുപോലെ തന്നെ തേജസ്വി യാദവ് ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ബീഹാറിൽ ഉണ്ടായ ദയനീയമായ തോൽവി രാഹുൽ ഗാന്ധിയുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ്. കോൺഗ്രസ് അവിടെ ഒറ്റ സംഖ്യയിൽ ഒതുങ്ങിയില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? ഇന്ത്യയിൽ വലിയ ശക്തിയാർജിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയിലൂടെ തന്നെ ഇല്ലാതാവുകയാണ്. എന്നിട്ടോ ഭാവി പ്രധാനമന്ത്രി എന്ന് സ്വയം ചാർത്തി വിശേഷണവുമായിട്ട് രാജ്യത്തും വിദേശങ്ങളിലുമായിട്ട് ചുറ്റിത്തിരിയുകയാണ് ഈ മഹാന്റെ ജോലി. ഈ തരൂര് നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു. എന്നിട്ട് അദ്ദേഹം SIR-നെതിരെ കോൺഗ്രസ് നടത്തിയ 12 സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കേണ്ട ആളാണ്. അദ്ദേഹം പങ്കെടുത്തില്ല. പ്രവർത്തക സമിതി അംഗമെന്ന നിലയിലാണ് തരൂരിന് ക്ഷണവും ഉണ്ടായിരുന്നു. അനാരോഗ്യം കാരണം തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അപ്പൊ എന്തായാലും തരൂര് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് വളർന്നു വരുന്ന വിപണി മാത്രമല്ല, ലോകത്തിന് മാതൃകയാണെന്നും മോദി പറഞ്ഞതുപോലും തരൂരെടുത്ത് പ്രത്യേകമായി ടെക്സ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ വളർന്നു വരുന്ന വിപണി മാത്രമല്ല, ലോകത്തിന് മാതൃക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതാണ് തരൂരിൻ്റെ ഓരോ വർത്തമാനവും പറച്ചിലും കോൺഗ്രസിൻ്റെ മർമ്മത്ത് കൊള്ളുന്ന തരത്തിൽ തന്നെയാണ്. ഇത് തരൂരിൻ്റെ ഇത്തരത്തിൽ മോദി സ്തുതിയും കോൺഗ്രസ് വിമർശനവും ഉണ്ടാകുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നല്ല കോൺഗ്രസിന് ദോഷകരമായി തന്നെ ഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചാരണത്തിൻ്റെ കൊടുമ്പിരിക്കൊള്ളുന്ന അവസരത്തിലാണ് തരൂര് കഴിഞ്ഞ ദിവസവും ഇവിടെ പ്രചാരണ വേളയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടാണ് അടുത്ത ദിവസം അദ്ദേഹം ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് അതിനെക്കുറിച്ച് എക്സിൽ കുറിച്ചത് തന്നെ. അപ്പോൾ എന്തായാലും തരൂർ ഈ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകം മുഴുവൻ നടത്തിയ പര്യടനത്തിൽ അദ്ദേഹം പങ്കെടുത്ത് രാജ്യത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. അല്ലാതെ നരേന്ദ്രമോദിയെ എതിർത്തുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത്, രാജ്യത്തിന് വേണ്ടിയാണ്. അദ്ദേഹം അവിടെ പോയപ്പോൾ തന്നെ പറഞ്ഞത് എന്താണ്? ഞാൻ വരുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണിപ്പോൾ. പക്ഷെ ഞാൻ അവിടെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നിരയിലുള്ള പ്രതിപക്ഷ ബെഞ്ചിലെ ഒരു MP ആണ് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇവിടെ അതല്ല അതിൻ്റെ പ്രസക്തി. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്. അങ്ങനെയാണ് അദ്ദേഹം പാക് ഭീകരതയെക്കുറിച്ചും അതിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും ലോകത്തിന് മുന്നിൽ വിശദീകരിച്ചു കൊടുത്തത്. തെളിവുകൾ സഹിതം പല സംഘാംഗങ്ങളായി തിരിഞ്ഞു പോയതിൽ തരൂരാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും. തരൂരിൽ നിന്നുയർന്ന വാക്കുകളാണ് നമ്മൾ കേട്ടതത്രയും. അപ്പോൾ തരൂര് ഇപ്പോഴും നരേന്ദ്രമോദിയെ വാഴ്ത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കോൺഗ്രസിന് ഇനി എത്ര കാലം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളതാണ്. തരൂർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേരളത്തിലെ 2 പേർ മാത്രമായിരുന്നു അതിനെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ, മറ്റൊന്ന് K മുരളീധരൻ. ഇവരും ഇപ്പോൾ ഏതാണ്ടൊരു തിരിച്ചു പറയുന്നതിൽ അവരുടെ വായടച്ചിരിക്കുകയാണ്. കാരണം ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞ് നമ്മളും കൂടി വാങ്ങണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ്. തരൂർ അല്ലെങ്കിൽ പോലും ഇവർക്കൊന്നും അങ്ങനെ അത്ര വലിയ മറുപടിയും കൊടുക്കാൻ നിൽക്കാറില്ല. കാരണം തനിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ളവരോട് മാത്രമേ തരൂര് പ്രതികരിക്കാറുള്ളൂ. തരൂര് കേരളത്തിലെ തിരുവനന്തപുരത്തെ ഒരു MP എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയിലെ ഒരു അവസാനത്തെ ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ തിരുവനന്തപുരം MP എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയിൽ ആദ്യം വരുന്ന കാര്യമല്ല. തിരുവനന്തപുരത്തെ MP എന്നുള്ള രീതിയിലല്ലല്ലോ അദ്ദേഹം ലോകത്തും എമ്പാടും അറിയപ്പെടുന്നത്. നല്ല എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലാണ് തരൂരിൻ്റെ ഒരു മേൽവിലാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നരേന്ദ്രമോദി പോലും തരൂരിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള 1-2 പേര് MP-മാരെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബഹുമാനവും അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒന്ന് ഡോക്ടർ ശശി തരൂരും മറ്റൊന്ന് കൊല്ലം MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രൻ. അപ്പോൾ എന്തായാലും തരൂർ വീണ്ടും മോദി സ്തുതിയുമായിട്ട് രംഗത്ത് വരുമ്പോൾ കോൺഗ്രസിന് തലവേദനയും ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാത്തൊരവസ്ഥയും, പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകണ്ട എന്നവർ കരുതും. കാരണം തെരഞ്ഞെടുപ്പാണ്. ഇനി ഇത് കഴിയുമ്പോൾ, തദ്ദേശം കഴിയുമ്പോൾ 3 മാസത്തിന് പിന്നാലെ നിയമസഭ വരികയാണ്. അപ്പോൾ മറ്റൊരു നടപടിയിലേക്ക് പോകുമോ? ഇല്ല. മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അതും നടപടികളിലേക്ക് പോകാതെ മാറ്റി നിർത്തി. അപ്പോൾ ഇങ്ങനെ തരൂര് കിട്ടുന്ന അവസരങ്ങളെല്ലാം തന്നെ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് അതിൻ്റെ പതനത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന് ഇതൊന്നും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.